ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായ കോളേജ് ഗേൾസിന് ഇടാൻ പറ്റുന്നതായ ഹാഫ് പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡേൺ ഫ്രോക്കാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കൂൾസ് തുറക്കാറായി, +1 +2 അതുപോലെ കോളേജൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രീ സൈസാണ്. അപ്പോൾ നല്ല ഫാറ്റായിട്ടുള്ളവർക്കും ഇട്ടിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കിൽ ഒരു ടൈ ചെയ്യുന്ന റോപ്പൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ആദ്യം ലൈനിങ് പീസിലാണ് നമ്മൾ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. 6 ഇഞ്ചാണ് നമ്മുടെ ആം ഹോളും ഷോൾഡറും നെക്കും കൂടി എടുക്കുന്നത്. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ്. പിന്നെ നെക്ക് വി നെക്കാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത്. ഫ്രണ്ടിലേക്ക് ചെറുതായിട്ടാണ് നെക്ക് എടുക്കുന്നത്, ബാക്കിലേക്ക് ഒന്നും കൂടി വൈഡായിട്ട് നെക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ പീസാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ചുരിദാറിന് പകരമായിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റാണ് മോഡേൺ ഫ്രോക്ക്. ഏകദേശം സ്റ്റിച്ചിങ്ങൊക്കെ നമ്മുടെ ചുരിദാർ പോലെ തന്നെയാണ്. സൈഡിൽ ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിൻ്റെ മോഡലിലാണ്, പക്ഷേ തയ്ച്ച് കഴിഞ്ഞ് ഇട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ പീസ് നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ബാക്കിലത്തെ പീസ് ഇത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിനെക്കാട്ടി നെക്കും ആം ഹോളും മാത്രം കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്തിട്ടാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസിലേക്ക് യോക്ക് സെപ്പറേറ്റ് ആയിട്ടില്ല, ഫുള്ളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ട്രിക്സാണ് കേട്ടോ. വേഗം ചെയ്തു തീർക്കാൻ പറ്റുന്ന അടിപൊളി ട്രിക്കുകളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് നെക്ക് ഒന്നും കൂടി വീനെക്ക് വൈഡായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഫാറ്റായിട്ടുള്ളവർ ഇടുമ്പോൾ ബാക്കിൽ അവിടെ ഒരു സ്റ്റിച്ച് വിടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആം ഹോൾ ഓൾറെഡി നമ്മൾ ഫ്രണ്ടിലേക്ക് ഷേപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിലേക്ക് ഷേപ്പ് ചെയ്യാതെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ലെങ്ത്ത് 40 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ ആ ലെങ്ത്ത് വരേക്ക് നമ്മൾ ക്രോസായിട്ട് എൻഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസും മാർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്ക് 4.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് 2 ഇഞ്ചും കൂടി ഇറക്കി കൊടുത്തിട്ട് 6.5 ഇഞ്ചാണ് നമ്മൾ ബാക്ക് നെക്ക് എടുക്കുന്നത്. ഫാറ്റായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുക്കുകയെന്നുവെച്ചെങ്കിൽ ഫ്രണ്ട് കുറച്ച് കവറായിട്ടും ബാക്കിൽ വൈഡായിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ പീസുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേ സെയിം ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ആ യോക്ക് പാർട്ടിൻ്റെ താഴേക്കുള്ള പീസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ യോക്ക് പാർട്ടിൻ്റെ താഴേക്കുള്ള പീസ് കട്ട് ചെയ്യുന്നതിലാണ് നമ്മുടെ ഈ മോഡേൺ ഫ്രോക്കിൻ്റെ അടിപൊളിയായിട്ടുള്ള ട്രിക്കും ആ പ്ലീറ്റഡിൻ്റെ ഭംഗിയൊക്കെ വരുന്നത്. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിച്ച് നോക്കി അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക. നല്ല ഫ്രോക്കാണ് കേട്ടോ. നമ്മുടെ മെയിൻ പീസുകൾ ലൈനിങ്ങിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ യോക്ക് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്ന ബോട്ടം പീസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രോക്കിൽ നമ്മുടെ ആ വീനെക്കിൻ്റെ പകുതി ഭാഗം മാത്രമായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഫ്രോക്കിൻ്റെ ഹൈലൈറ്റ് തന്നെ. അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് തുണി കട്ട് ചെയ്യുന്നതെന്നാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രമാത്രം പ്ലീറ്റ്സ് വേണോ അത്രമാത്രം കൂടുതലായിട്ട് ആ നടുഭാഗം കുറച്ചെടുക്കുക. ബാക്കി സെയിം ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക. ഞാനിവിടെ ഏകദേശം അത്യാവശ്യം ലെങ്ത് വരാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് പീസിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ
ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് പീസും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ലൈനിങ് പീസിലേക്ക് ഈ പ്ലീറ്റ്സിനെ പോലെ എക്സ്ട്രാ തുണി വിടുന്നില്ല. സാധാരണ ലൈനിങ് പോലെയാണ് എടുക്കുന്നത്. പ്ലീറ്റ്സ് ആദ്യം ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈനിങ് പീസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് ബാക്കിലേക്ക് എടുത്ത അതേ തുണിയുടെ ലെങ്ത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളെ ഫ്രണ്ടിന് ആ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗം മാത്രം കുറച്ച് എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബാക്കിലേക്ക് റോപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൽ വി നെക്കിൽ പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്യാനായിട്ടൊരു പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തുണിയാണ് ഇനി കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ സ്ലീവും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, യോക്ക് പാർട്ടിൻ്റെ. അപ്പോൾ വി നെക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് അടിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മറിച്ച് കൊടുത്താൽ നല്ല ഭംഗിയിലും ഫിനിഷിങ്ങിലും നമുക്ക് വി നെക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടം പാർട്ടിൽ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ആ തുണി നിവർത്തിയിട്ടിട്ട് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എവിടുന്നാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 1 ഇഞ്ചിൻ്റെ അവിടെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. എന്താ പറയുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. നമ്മൾ പ്ലീറ്റ്സ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് മുകളിലും അതുപോലെ തന്നെ താഴേക്ക് ഒരു 5 ഇഞ്ച് താഴേക്കും നമ്മൾ ആ പ്ലീറ്റ്സ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഭംഗിയിൽ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. അപ്പോൾ ആ ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 5 ഇഞ്ച് താഴേക്കും അതേ സെയിം പ്ലീറ്റ്സ് ഒരു വട്ടം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ യോക്കിലേക്ക് വി നെക്കിലേക്ക് ഒരു പ്ലീറ്റ്സ് ഇട്ടതായ ഒരു പീസാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഒരു സൈഡിൽ മാത്രമായിട്ട് ആ വി നെക്കിൻ്റെ അവിടുന്ന് ആ പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ യോക്ക് പാർട്ടായിട്ട് പ്ലീറ്റ്സ് ആണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ യോക്ക് പാർട്ടിൻ്റെ ഒപ്പം അതേ നല്ല ഭാഗത്ത് കൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ലൈനിങ് ഭാഗത്തിൻ്റെ ഭാഗത്തേക്ക് ലൈനിങ് പീസും ഇട്ട് കൊടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റിച്ചിങ് ഒന്നും തന്നെ പുറമെ കാണാതെ നല്ല ഫിനിഷിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളുടെ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പീസും ഇതേപോലെ തന്നെയാണ്. വി നെക്ക് ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഹുക്ക് വെക്കാനായിട്ട് ചെറിയൊരു ഓപ്പണിങ് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഓപ്പണിങ്ങും അതുപോലെ തന്നെ വി നെക്കും ലൈനിങ് പീസിൽ തന്നെ അടിച്ചിട്ട് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡേഴ്സ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവ്സും ലൈനിങ് പീസ് വെച്ചിട്ടാണ് നല്ല ഭംഗിയിൽ
മറിച്ചടിച്ചിട്ടാണ് നമ്മുടെ സ്ലീവ്സ് ആം ഹോളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷേപ്പ് ചെയ്തിട്ട് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളുടെ ആം ഹോളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു. ഇനി നമ്മളുടെ ബാക്ക് സൈഡിലേക്ക് കെട്ടാനായിട്ടുള്ള റോപ്പും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും അറ്റാച്ച് ചെയ്തിട്ട് സൈഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രോക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ അതുപോലെ തന്നെ താഴേക്ക് സൈഡിലേക്ക് 2 ഇഞ്ച് കയറ്റിയിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഏറ്റവും അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. ബാക്കിലേക്ക് ഹുക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭംഗിയുള്ളതായ മോഡേൺ ഫ്രോക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് എവരി വെനസ്ഡേസിൽ 5 o'clock ലോങ് വീഡിയോസും അതുപോലെ തന്നെ എല്ലാ സൺഡേസിലും 5 o'clock ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്. കുറച്ച് തടിയുള്ളവർക്കാണെങ്കിലും ഇട്ട് കഴിഞ്ഞ ഷേപ്പിൽ നല്ല ഭംഗിയിൽ തടിയില്ലാത്ത രീതിയിൽ കാണുന്നൊരു മോഡലാണ്. അതുപോലെ തന്നെ ഇതൊരു ഫ്രീ സൈസ് ആയിട്ടുള്ള മെഷർമെൻ്റാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഒരുവിധമൊക്കെ തടിയുള്ളവർക്കൊക്കെ തന്നെ ഇടാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റാണ്. അപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിലും കുറച്ച് തടിയുള്ളവർക്കാണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഉഗ്രനായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ഇതിനെക്കാട്ടി അടിപൊളി ആയിട്ടായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.